അവിടെ നിന്ന് എടുത്തോണ്ട് വന്ന ക്യാഷ് വെച്ച് ഒരു വീട് വാങ്ങി. വീടിന് ആവശ്യമുള്ള ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ എല്ലാം വാങ്ങി വെച്ചു. ഇപ്പൊ ഫേഷ്യൽ ചെയ്യുന്നത്, ഫാമിലിയുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നത്, പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നത്, പുതിയ ബൈക്ക് വാങ്ങുന്നത്, അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളതെല്ലാം ആ ക്യാഷ് വെച്ച് തന്നെ വാങ്ങി. പോരാത്തതിന് ഏത് ജ്വല്ലറി ഷോപ്പിലാണോ 100 രൂപയ്ക്ക് വേണ്ടി ചവറ് പെറുക്കാൻ പോയതോ അവിടേക്ക് തന്നെ ഫാമിലിയെയും കൂട്ടി വന്ന് വൈഫിനും പിള്ളേർക്കും ചെയിന്, അയാളുടെ കയ്യിലേക്ക് മോതിരം, കൈച്ചേര് ഫുള്ള് വാങ്ങിക്കൂട്ടി. ഒരു സൈഡിൽ ഫാമിലിക്ക് വേണ്ടി ചിലവാക്കിയാലും വേറൊരു സൈഡിൽ വെള്ളമടിച്ച് ബാറിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ക്യാഷിന്റെ അഹങ്കാരം കാണിക്കാൻ തുടങ്ങി. ഭാര്യ പോരാ എന്ന് വരെ തോന്നി. പണം ചോദിച്ചു വന്ന മീരയുടെ കൂടെ മൂവീസ് കാണാൻ പോകാൻ തുടങ്ങി. ഇവന്റെ കൂടെ വെറുതെ പുറത്തു വന്നതിന് തന്നെ 25,000 രൂപ കൊടുത്തു. ഇപ്പൊ ഉറങ്ങുമ്പോൾ പോലും മീരയുടെ പേര് പറയുന്നത് അവന്റെ വൈഫ് കേട്ടു. പോരാത്തതിന് ആ പെണ്ണിന്റെ കൂടെ എടുത്ത ഫോട്ടോസും മകനും കണ്ടുപിടിച്ചു. അമ്മ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു. അതിൽ പെൺപിള്ളാരുടെ കൂടെയുള്ള ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. പബ്ബിൽ ലേഡീസിന്റെ കൂടെ ഡാൻസ് കളിച്ച ഫോട്ടോസും. ഇതെല്ലാം കണ്ടിവൾക്കും സഹിക്കാൻ പറ്റിയില്ല. അവനോട് അതിനെ പറ്റി ചോദിക്കാൻ പോയാൽ എന്നെ വേണ്ടെങ്കിൽ ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു പോകും. അങ്ങനെ ബിസിനസ് ട്രിപ്പിന് വേണ്ടി പുറത്തു പോകാണെന്ന് പറഞ്ഞ് മീരയോട് എന്തൊക്കെയോ നുണ പറഞ്ഞ് അവളെയും കൂടെ കൂട്ടിക്കൊണ്ടുപോയി. അവൻ പോകുന്ന കാറിന്റെ ഡ്രൈവർ ആരാണെന്ന് നോക്കിയാൽ ആ ഡ്യൂപ്ലിക്കേറ്റ് ചാവി ഉണ്ടാക്കി കൊടുത്തവനാണ്. ഇതിനു മുമ്പ് കണ്ടാൽ പിച്ചക്കാരനായിരുന്നവനും ഇപ്പൊ ബാഗ് ഫുള്ള് ക്യാഷും കയ്യിൽ ഫുള്ള് സ്വർണ്ണം ഉള്ളത് കണ്ടതും അവൻ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് ഇവൻക്ക് മനസ്സിലായി. മീരയെ ഓൾറെഡി ഒരു പയ്യനെ പ്രേമിക്കുന്നുണ്ട്. അവൻക്ക് ഈ കാര്യം അറിഞ്ഞു. ട്രാവൽസ് വഴി ആ ഡ്രൈവറെ കോൾ ചെയ്തു. എവിടെയാണെന്ന് ചോദിച്ചു. ഇവ വണ്ടി ഓടിക്കുന്നവനും അവൻ എന്തോ ഫ്രോഡ് പണി ചെയ്തിട്ടുണ്ട്. ബാഗ് ഫുള്ള് ക്യാഷ് ആണ്. നിന്റെ ഗേൾ ഫ്രണ്ട് വരെ അവന്റെ കൂടെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അവന്റെ ഫ്രണ്ട്സ് എല്ലാം ചേർന്ന് അതറിഞ്ഞതും അവനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ദേഷ്യം വന്ന് ഇവനും അവരെ പിടിച്ചടിച്ചു. അത് വലിയൊരു പ്രശ്നമായി മാറി. പോലീസ് വരെ വന്ന് അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇവന് പോലീസിന്റെ അടുത്ത് എന്നെ എന്തിനാ പിടിച്ചത്, അവനെ പോയി പിടിക്കേ, ഒരു ക്ലീനിങ് ജോലി ചെയ്യുന്നവനക്ക് എങ്ങനെ ഇത്രയും ക്യാഷ് കിട്ടും, നിങ്ങൾ ആദ്യം പോയി അവനെ ചോദ്യം ചെയ്യൂ എന്ന് പറഞ്ഞു. അവൻ പിടിക്കപ്പെടുമോ? കാണാം അടുത്ത പാർട്ടിൽ.